the name above all other names, the name before which every creation bow down. The name is Jesus Christ. കാൽവരി മലയിൽ നിന്നുയരും യേശുവിൻ രക്ഷാവചനമിതാ, ആദിയും അന്തവുമായൊരു വചനം, രക്ഷാവചനം. 2017 വിശുദ്ധ വാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വിശുദ്ധ വാരമെന്നും ഹോളി വീക്ക് എന്നും അതുപോലെ തന്നെ പീഡാനുഭവ ആഴ്ചയെന്നും വിശേഷിപ്പിക്കുന്ന ഈ ദിവസങ്ങളിൽ ഈശോയുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ഓർമ്മയാചരിക്കുന്ന ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. 34-ാം സങ്കീർത്തനം 5-ാം വചനം സൂചിപ്പിക്കുന്നത് പോലെ അവനെ നോക്കിയവർ പ്രകാശിതരായി. ഓശാന ഞായറാഴ്ച മുതൽ ഉയർപ്പ് ഞായറാഴ്ച വരെയുള്ള ഈ വലിയ ആഴ്ചയിലെ ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് ആവശ്യമായ ഒത്തിരിയേറെ പ്രാർത്ഥന അനുഭവവും ജീവിത നവീകരണവും നമുക്ക് ഈ ആഴ്ചയിലെ ആചരണങ്ങളിലൂടെ അനുഷ്ഠാനങ്ങളിലൂടെ ലഭിക്കുകയാണ്. എന്താണ് ഈ വലിയ ആഴ്ചയിലൂടെ നമുക്ക് ലഭിക്കുന്ന പ്രത്യേകത? എന്തായിരിക്കണം, ഏത് വിശ്വാസമാണ്, ഏത് വിശ്വാസ മൂല്യമാണ് നമ്മൾ ഈ ആഴ്ചയിൽ സ്വീകരിക്കേണ്ടത് എന്നുള്ള ചിന്തകളാണ് ഈ ഒരു മണിക്കൂറിൽ നമ്മളിവിടെ പങ്കുവയ്ക്കുക. ഓശാന ഞായറാഴ്ച നമുക്കെല്ലാവർക്കും അറിയാം, കുരുത്തോലകളും ഏന്തി നമ്മളൊക്കെ ദൈവാലയത്തിലേക്ക് കടന്നുപോയ ദിവസമാണത്. ഈശോ തൻ്റെ മരണത്തിനൊരുക്കമായി ജെറുസലേം പട്ടണത്തിലേക്ക് വിധിയ ശ്രീലാളിതനായി കടന്നു പോവുകയാണ്. പിതാവ് ഏൽപ്പിച്ച ദൗത്യം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ദൗത്യം പൂർത്തിയാക്കാനുള്ള ധൈര്യത്തോടു കൂടി ഈശോ മുന്നോട്ട് പോകുന്ന സന്ദർഭം അവിടെ നാം കാണുന്നുണ്ട്. ഈശോയോട് കൂടെ ഒരു കൂട്ടം ജനം ഈശോയ്ക്ക് ഓശാന വിളിച്ചും ആർപ്പ വിളിച്ചും ഈശോയെ എതിരേൽക്കുകയാണ്. അവിടെ വസ്ത്രങ്ങൾ വഴിയിൽ വിരിച്ചും ഒലിവില കൊമ്പുകൾ ഉയർത്തിക്കൊണ്ടും അവർ ഈശോയെ സ്വാഗതം ചെയ്യുന്നു. ആ കൂടെ നിൽക്കുന്നവർ ആർക്കും തന്നെ ഈശോയുടെ ദൗത്യം എന്താണെന്ന് ഒരു പരിധിവരെ വ്യക്തമല്ല. പിതാവിൻ്റെ ഹിതം പൂർത്തിയാക്കുവാനാണ് താൻ കടന്നു വന്നതെന്നും അതിനുശേഷം നാം കാണുന്നുണ്ട് ജെറുസലേം ദേവാലയത്തിലേക്ക് പ്രവേശിച്ച ഈശോ അവിടെ ആദ്യം ചെയ്യുന്നത് ദൈവാലയത്തിൻ്റെ ശുദ്ധീകരണമാണ്. അർത്ഥമില്ലാത്ത ആരാധനയും അർത്ഥമില്ലാത്ത മതജീവിതവും ഈശോ ചോദ്യം ചെയ്യുകയാണ്. പരിശുദ്ധമായ ദൈവത്തിൻ്റെ ആലയത്തെ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റിയതിൽ ഈശോ പ്രതിഷേധിക്കുകയാണ്. ചാട്ടവാറടിച്ച് അവരെ പുറത്താക്കുകയാണ്. തൻ്റെ ദൗത്യം എന്താണെന്ന് വ്യക്തമാക്കുന്ന ഈശോ മതജീവിതത്തിനെതിരെ, പൊള്ളയായ മതജീവിതത്തിനെതിരെ ഉള്ള ശക്തമായ ഒരു ചാട്ടവാറടിയാണ് അവിടെ നടക്കുന്നത്. ദുഃഖവെള്ളിയാഴ്ചത്തെ ഈശോയുടെ മരണത്തിന് ഒരുപക്ഷെ ഏറ്റവും അടുത്ത കാരണമായി തീർന്നതും ഈ ദൈവാലയ ശുദ്ധീകരണമാണ് എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഓശാന ഞായറാഴ്ചത്തെ ജൈവിളികൾ ഉയരുമ്പോൾ ദുഃഖവെള്ളിയാഴ്ച ബറാബാസിനെ മോചിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈശോയ്ക്കെതിരായി തിരിയുന്ന ഒരു ജനക്കൂട്ടമാണ് തൻ്റെ കൂടെയുള്ളതെന്ന് ഈശോയ്ക്കറിയാം. ഒരുപക്ഷെ ജനത്തിന് അവിടെ അറിയില്ല. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങൾ, സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, ഇവയുടെ നടുവിൽ എങ്ങനെ സഹിക്കണം, എന്തുകൊണ്ട് സഹിക്കണം എന്നതിനേക്കാൾ ഉപരിയായി എങ്ങനെ സഹിക്കണം എന്നുള്ള വലിയൊരു പാഠമാണ് ഈ വലിയ ആഴ്ച നമുക്ക് നൽകുന്നത്. പ്രത്യേകിച്ച് ഓശാന ഞായറാഴ്ചയുടെ വിചിന്തനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മയൊക്കെ സ്വാധീനിക്കുന്ന ഒരു ചിന്തയുണ്ട്. വിധേയത്തിലും ആഹ്ലാദത്തിലും നാം നിലനിൽക്കുന്ന അവസരത്തിൽ നമ്മുടെ ചുറ്റുപാടുകൾ ഒത്തിരിയേറെ ആൾക്കാർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അറിവുണ്ട്, ആരോഗ്യമുണ്ട്, പ്രശസ്തിയുണ്ട് എന്നറിയുമ്പോൾ നമുക്ക് ചുറ്റും കൂടുവാൻ ആൾക്കാരുണ്ടാവും. എന്നാൽ സങ്കടങ്ങളുടെ ഗത്സമനിയിൽ തന്നെ നിൽക്കുമ്പോൾ, ഒറ്റപ്പെടുമ്പോൾ, വേദനിക്കുമ്പോൾ ഈ പറയുന്നവരാരും പലപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവില്ല എന്നുള്ള ഒരു വലിയ സത്യം നമ്മൾ തിരിച്ചറിയുകയാണ്. ഓശാന ഞായറാഴ്ചയിൽ നിന്ന് ദുഃഖവെള്ളിയാഴ്ചയിലേക്ക് വരുമ്പോൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഈശോ, ഗത്സമനിയിൽ തന്നെ നിൽക്കുന്ന ഈശോ, സങ്കടങ്ങളുടെ ഗത്സമനിയിൽ തന്നെ നിൽക്കുന്ന ഈശോ നമ്മുടെയൊക്കെ ജീവിതത്തിന് വലിയ ഒരു പ്രചോദനമാണ്. ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. സമ്പത്തും സമൃദ്ധിയുമൊക്കെ നമ്മളെ കൈവിട്ടു പോകുമെന്നും ഇതെല്ലാം കടന്നു പോകേണ്ടതാണെന്നുള്ള ഒരു വലിയ സത്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ജീവിതത്തിൻ്റെ ഒരു നിമിഷത്തിൽ നമ്മളൊക്കെ ഒറ്റയ്ക്കാകുമെന്നും സങ്കടങ്ങളുടെ ഗത്സമനിയിൽ നമ്മൾ ഓരോരുത്തരും തന്നെ നിൽക്കേണ്ടി വരുമെന്നും കുറ്റം പറയാനും കുരിശിൽ കയറ്റാനും ആളുകൾ കൂടെ ഉണ്ടാകുമെന്നും എന്നാൽ കൂടെ നിൽക്കാൻ ആളില്ല എന്നുള്ള ഒരു പരമസത്യം ഈ ഓശാന ഞായറാഴ്ച നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വീണ്ടും ഓശാന ഞായറാഴ്ചയിൽ നിന്നും നമ്മൾ പെസഹ വ്യാഴാഴ്ചയിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നാം കാണുകയാണ്
തൻ്റെ ഇഹലോകവാസം പൂർത്തിയാക്കിയ ഈശോ തൻ്റെ പ്രാണനെ നൽകുവാൻ തക്കവിധം തൻ്റെ ശരീരവും രക്തവും നൽകി തൻ്റെ ജനത്തെ, തൻ്റെ വിശ്വാസഗണത്തെ, തൻ്റെ ശിഷ്യരെ അവിടുന്ന് സ്നേഹിക്കാനായിട്ട് ഒരുമ്പെടുകയാണ്. തൻ്റെ സ്നേഹമെന്നും അവരെ അറിയിക്കുവാൻ വേണ്ടി, ഒരു മാറ്റവും വരുത്താതിരിക്കാൻ വേണ്ടി അപ്പത്തിൻ്റെ രൂപത്തിൽ അവൻ അവതരിക്കുകയാണ്. ദൈവം മനുഷ്യനായതാണ് മനുഷ്യാവതാരമെങ്കിൽ മനുഷ്യനായ ദൈവം അപ്പമായി തീർന്ന അപ്പാവതാരമാണ് വിശുദ്ധ കുർബാനയിൽ നടക്കുന്നത്. തൻ്റെ ഏകജാതനയെ നൽകുവാൻ തക്കവിധം ദൈവം ഈ ലോകത്തെ അത്രയധികമായി സ്നേഹിച്ചു എന്നുള്ള വചനത്തിൻ്റെ പൂർത്തീകരണമാണ് വിശുദ്ധ കുർബാനയിലൂടെ, സ്ഥാപനത്തിലൂടെ പൂർത്തിയാകുന്നത്. നാം കാണുന്നുണ്ട് പെസഹ വ്യാഴാഴ്ച തൻ്റെ 12 ശിഷ്യന്മാരുടെ കാൽപാദങ്ങൾ കഴുകി താലത്തിൽ വെള്ളമെടുത്ത് മേലങ്കി ഊരി മാറ്റി തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരുടെ കാൽപാദങ്ങൾ കഴുകിക്കൊണ്ട് വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്ന ഈശോയുടെ ഒരു ചിത്രവും ഈ പെസഹ വ്യാഴാഴ്ച നമ്മൾ കാണുകയാണ്. വിശുദ്ധ കുർബാനയുടെ സ്ഥാപനമാണ് നാം അവിടെ കാണുന്നത്. മനുഷ്യ മനസ്സിൽ അഹങ്കാരത്തിനും സ്വാർത്ഥതയ്ക്കും വേണ്ടി തങ്ങളിൽ ആരാണ് വലിയവരെന്ന് കാണിക്കുവാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിനിടയിൽ ഒറ്റിക്കൊടുക്കാൻ പോകുന്നവൻ്റെ കാൽപാദത്തിങ്കൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് അവൻ്റെ കാൽപാദം കഴുകുകയും 24 മണിക്കൂറിനുള്ളിൽ തന്നെ തള്ളിപ്പറയാൻ പോകുന്ന പത്രോസിന് മുമ്പിൽ നിന്നുകൊണ്ട് വിനയത്തിൻ്റെ മേലങ്കി അണിഞ്ഞുകൊണ്ട് ഈശോ കാണിച്ചു തരുന്ന മനോഹരമായ ഒരു കാഴ്ചപ്പാടാണ് നാം വിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തിനൊരുക്കമായി അവിടെ കാണുന്നത്. ഇത്ര ചെറുതാകുവാൻ എത്ര വളരണം! ചെറുതാകലിൻ്റെ സുവിശേഷമാണ്, സൗന്ദര്യമാണ് വിശുദ്ധ കുർബാന. അവൻ ചെറുതായി ചെറുതായി ദിവ്യകാരുണ്യത്തോളം ചെറുതാവുകയാണ്. ദുഃഖവെള്ളിയാഴ്ച അവൻ വളർന്ന് വളർന്ന് മരക്കുരിശിനോളം വലുതാകുകയാണ്. ചെറുതായി ചെറുതായി അപ്പത്തോളം ചെറുതായവൻ വളർന്ന് വളർന്ന് മരക്കുരിശിനോളം വലുതായവൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ അവനെ നോക്കിയവരൊക്കെ പ്രകാശിതരാകുകയാണ്. നാം ഇന്ന് ജീവിക്കുന്ന നമ്മുടെ സമൂഹത്തിൽ, ഈ ആഗോള ഗ്രാമത്തിൽ അവരനെ അപ്പമാക്കി മാറ്റുവാനുള്ള, എൻ്റെ വിശപ്പിന് സഹജീവിയെ ഉപകരണമാക്കാനുള്ള പരിശ്രമത്തിൻ്റെ ഇടയിൽ അരുതേ എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ വിശുദ്ധ കുർബാനയുടെ സ്ഥാപനം. വിശുദ്ധ കുർബാനയിൽ അവൻ അപ്പമായി നാവിൻ്റെ തുമ്പത്ത് രുചിയായി മാറുന്ന യേശു സാന്നിധ്യത്തെയാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഈ ഭൂമിയിൽ ഒരു മനുഷ്യനെയും ചെറുതായി കാണരുതെന്നും ആരെയും ചെറുതാക്കരുതെന്നും ചെറുതാകുന്നതാണ് സൗന്ദര്യമെന്നും ഈ വിശുദ്ധ കുർബാനയിലൂടെ ഈശോ നമ്മെ പഠിപ്പിക്കുകയാണ്. മനുഷ്യൻ്റെ അടിസ്ഥാന വാസനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അഹങ്കാരത്തിൻ്റെ ആസക്തിയാണ്. സഹജീവിയെ തനിക്ക് വേണ്ടി ഉപയോഗിക്കുക, തൻ്റെ അന്നന്ന് വേണ്ടുന്ന ആഹാരത്തിന് വേണ്ടി സഹജീവിയെ ഉപയോഗമാക്കുന്ന, സഹജീവികളെ ചവിട്ടിക്കയറുന്ന ഈ കാലഘട്ടത്തിൽ മരണസംസ്കാരത്തിനുള്ള മറുപടിയാണ് ഈ വിശുദ്ധ കുർബാന. ആരെയും അപ്പമാക്കരുത്, ആരെയും ചെറുതായി കാണരുത്. ചെറുതാകുന്നതിൽ ഒരു സൗന്ദര്യമുണ്ട്, ചെറുതാകുന്നതിൽ ഒരു ആകർഷണീയതയുണ്ട്. വിശുദ്ധ കുർബാന നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം ഇതാണ്: സഹജീവിയുമായി സമന്വയത്തിലേക്ക് വരിക. ഒരു മനുഷ്യനെയും മാറ്റി നിർത്താൻ പാടില്ല എന്ന് ഈ വിശുദ്ധ കുർബാന നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നത്തെ കമ്പോള സംസ്കാരത്തിൽ നേട്ടത്തിന് വേണ്ടിയുള്ള ഓട്ടത്തിൽ ഇന്ന് നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ, സമൂഹ ബന്ധങ്ങളിൽ, പൗരോഹിത്യ ബന്ധങ്ങളിൽ, സന്യാസ ബന്ധങ്ങളിൽ സഹജീവിയെ അപ്പമാക്കാനുള്ള പരിശ്രമം. അതുകൊണ്ടാണ് പാപവിഷത്തിലുള്ള ഏറ്റവും വലിയ ഔഷധമാണ് വിശുദ്ധ കുർബാന. മനുഷ്യൻ്റെ നൈസർഗികമായ ഒരു പ്രവണത, അതായത് സഹജീവിയെ വരുതിയിലാക്കുക. എനിക്ക് മറ്റുള്ളവരെ നിയന്ത്രിക്കണം. ആ നിയന്ത്രിക്കാനുള്ള മനുഷ്യൻ്റെ ത്വരയ്ക്കെതിരെ ദൈവത്തിൻ്റെ മുന്നറിയിപ്പാണ്. പാപവിഷത്തിനുള്ള ഏറ്റവും പരമമായ ഔഷധം വിശുദ്ധ കുർബാനയാണ്. അപ്പോൾ ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പഴയ നിയമ പെസഹായെ പറ്റിയുള്ള ചിന്തകൾ ഈ പെസഹ വ്യാഴാഴ്ച ഉണരുകയാണ്. അവിടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: എന്താണ് ഈ പെസഹായുടെ അർത്ഥം? ഈ പെസഹ വ്യാഴാഴ്ച നമ്മൾ വീണ്ടും ചോദിക്കുകയാണ്, എന്താണ് ഈ വിശുദ്ധ കുർബാനയുടെ അർത്ഥം? എന്താണ് വിശുദ്ധ കുർബാന? വിശുദ്ധരുടെ തിരുശേഷിപ്പല്ല. ഇത് വന്ന് വണങ്ങി കണ്ടുപോകാനുള്ള ഒരു വസ്തുവല്ല. വിശുദ്ധ കുർബാന ബൈബിളിലെ 73 പുസ്തകങ്ങൾ ഉച്ചത്തിൽ സംസാരിക്കുന്നതാണ് വിശുദ്ധ കുർബാന. ഒരു മരത്തിൽ 73 ശാഖകളുണ്ടെങ്കിൽ ആ 73 ശാഖകൾ ഒന്ന് ചേർന്ന് ഒരു ഫലമാണ് പുറപ്പെടുവിക്കുന്നതെങ്കിൽ ആ ഒറ്റ ഫലത്തെ വിശുദ്ധ കുർബാന എന്ന് വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വിശുദ്ധ കുർബാന, ദൈവത്തിൻ്റെ വചനം മാംസമായി മാറുന്നതാണ് വിശുദ്ധ കുർബാന. അതുകൊണ്ട് വിശുദ്ധ കുർബാനയുടെ പൊരുൾ മനസ്സിലാക്കണമെങ്കിൽ വചനത്തിൽ മുങ്ങിയിരിക്കുന്നവർക്ക്, വചനത്തിൽ അടയിരിക്കുന്നവർക്ക് വിശുദ്ധ കുർബാനയുടെ ആഴവും അർത്ഥവും മനസ്സിലാകുകയുള്ളൂ. ഈ പെസഹ വ്യാഴാഴ്ച ദിവസം വിശുദ്ധ കുർബാന നമ്മെ ചലഞ്ച് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ വന്ന് വണങ്ങി കണ്ടുപോകാനുള്ളതല്ല.
സത്യസന്ധതയില്ലാത്ത ആരാധന, സ്നേഹമില്ലാത്ത ആരാധനയും പ്രാർത്ഥനയും ദൈവനിന്ദയാണെന്നുള്ള വലിയ ഒരു ഓർമ്മപ്പെടുത്തൽ ഈ പെസഹ വ്യാഴം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഓശാന ഞായറാഴ്ച ജെറുസലേം ദേവാലയത്തിലേക്ക് കടന്നു ചെന്ന് അവിടെ ദൈവത്തിൻ്റെ ആലയത്തെ കച്ചവടക്കാരുടെ ഗുഹയാക്കി മാറ്റിയവരെ ചാട്ടവാറടിച്ചു മാറ്റിയ ഈശോ ഇന്നും വിശുദ്ധ കുർബാനയോട് അനാദരവായി പെരുമാറുന്നവരോട് പറയുന്ന ഒരു സത്യമുണ്ട്. ഇത് ഒരു അപ്പം മാത്രമല്ല, ഇത് ദൈവമാണ്. ഒരു കൊടുങ്കാറ്റിനെ ശാന്തമാക്കിയവനാണ് ഈ വിശുദ്ധ കുർബാനയിൽ അടങ്ങിയിരിക്കുന്നത്. മനുഷ്യ മനസ്സിൻ്റെ മുറിവിന് ദൈവം തമ്പുരാൻ നൽകിയ 2 പച്ചമരുന്നാണ്, ഒന്ന് വചനവും മറ്റൊന്ന് വിശുദ്ധ കുർബാനയും. അപ്പോൾ ഈ വിശുദ്ധ കുർബാന സ്ഥാപിച്ച ഈ ദിവസമാണ് പ്രത്യേകിച്ച് പെസഹ വ്യാഴം. അതോടൊപ്പം തന്നെ തൻ്റെ ശിഷ്യന്മാരെ നിങ്ങൾ ഇതെൻ്റെ ഓർമ്മയ്ക്കായിട്ട് ആചരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞ പൗരോഹിത്യ ദൗത്യം ശിഷ്യന്മാരെ ഏൽപ്പിച്ച ഒരു ദിവസം കൂടിയാണ് ഈ പെസഹ വ്യാഴം. ഇന്ന് ലോകത്തിലുള്ള കത്തോലിക്ക സഭയിലുള്ള ഏകദേശം 4 ലക്ഷത്തിലധികം വൈദികരെ കൂടി ഓർക്കുവാനുള്ള ഒരു നല്ല ദിവസമാണ്. പിതാവായ ദൈവം പുത്രനെ ഏൽപ്പിച്ച ദൗത്യം, പുത്രൻ സഭയെ ഏൽപ്പിച്ച ദൗത്യം, അതാണെന്ന് പൗരോഹിത്യത്തിലൂടെ തുടരുക. പൗരോഹിത്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെയും ജനത്തിൻ്റെയും ഇടയിലുള്ള മധ്യസ്ഥ ദൗത്യമാണ്. ദൈവത്തെ ജനത്തിലേക്കും ജനത്തെ ദൈവത്തിലേക്കും കൊണ്ടുവരുവാനുള്ള കരുണയുടെ പാലമായി നിൽക്കേണ്ട പൗരോഹിത്യത്തെക്കുറിച്ച് കൂടി ഇന്ന് ചിന്തിക്കേണ്ട ഒരു നല്ല ദിവസമാണ്. വീണ്ടും നമ്മൾ ഈ പെസഹ വ്യാഴാഴ്ചയിൽ നിന്നും ദുഃഖവെള്ളിയിലേക്ക് കടന്നു നീങ്ങുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാൻ സാധിക്കും, ദുഃഖവെള്ളിയാഴ്ച ഈശോയുടെ ക്രൂശിത രൂപത്തിൻ്റെ മുമ്പിൽ വന്ന് നാം ഒക്കെ പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 4-ാമത്തെ വചനം, അവൻ്റെ മുറിവിനാൽ നമ്മൾ സൗഖ്യം പ്രാപിച്ചു. അവൻ്റെ മുറിവിനാൽ നമ്മൾ സൗഖ്യം പ്രാപിച്ചു. വേദനിക്കുന്ന സകല മനുഷ്യരുടെയും ബോധിവൃക്ഷമാണ് കാൽവരിയിലെ മരക്കുരിശ്. വേദനിക്കുന്നവനെ സംബന്ധിച്ച്, നൊമ്പരപ്പെടുന്നവരെ സംബന്ധിച്ച് കടന്നു വന്ന് ആശ്വാസം കൊള്ളാനാണ് കാൽവരിയിലെ മരക്കുരിശ്. ഫ്രാൻസിസ് മാർപ്പാപ്പ അടുത്ത കാലത്ത് ദൈവജനത്തോട് പറയുകയുണ്ടായി, ഈ കുരിശ് എന്ന് പറയുന്നത് അണിയാനുള്ള ഒരു ആഭരണമല്ല. ഈ കുരിശിലേക്ക് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഒരു മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായ 6 കാര്യങ്ങളുടെ അഭാവമാണ് കാൽവരിയിലെ മരക്കുരിശിൽ കാണുന്നത്. അന്ത്യവിധിയിൽ ചോദിക്കുന്ന 6 കാര്യം. വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുത്തോ? കാൽവരിയിലെ മരക്കുരിശിൽ കിടന്നുകൊണ്ട് വിശക്കുന്നവനായ യേശു ഈ ലോകത്തിൽ വിശക്കുന്ന സകല മനുഷ്യരോടും താതാത്മ്യം പ്രാപിക്കുന്ന ഈശോയെ നമ്മളവിടെ മരക്കുരിശിൽ കാണുകയാണ്. അന്ത്യവിധിയിൽ ചോദിക്കുന്ന 2ാമത്തെ ചോദ്യം, ദാഹിക്കുന്നവർക്ക് നീ കുടിക്കാൻ കൊടുത്തോന്നാണ്. എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാൽവരിയിലെ മരക്കുരിശിൽ കിടന്നുകൊണ്ട് കുടിക്കാൻ ഇത്തിരി വെള്ളം കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഈശോ എന്ന് പറയുന്നത് ഇന്ന് കുടിവെള്ളമില്ലാതെ വിഷമിക്കുന്നവർക്കും കുടിക്കാനില്ലാത്തവരുടെയും മുൻപിൽ അവരോടൊപ്പം യേശു ഇന്ന് താതാത്മ്യം പ്രാപിക്കുകയാണ്. രോഗികളായി കഴിയുന്ന ധാരാളം മനുഷ്യരെ നമുക്കറിയാൻ സാധിക്കും. ഉള്ളംകാല് മുതൽ ഉച്ച വരെ മുറിവേറ്റ് കിടക്കുന്ന കാൽവരിയിലെ മരക്കുരിശിൽ കിടക്കുന്ന ഈശോ, മുറിവേറ്റ ഒരു രോഗിക്ക് വേണ്ടത് മരുന്നാണ്, സൗഖ്യത്തിനുള്ള മാർഗങ്ങളാണ്. കാൽവരിയിലെ മരക്കുരിശിൽ കിടന്നുകൊണ്ട് തൻ്റെ അമ്മയുടെയും സഹോദരങ്ങളുടെയും മുമ്പിൽ രക്തമൊലിച്ച് കിടക്കുന്ന ഈശോ എന്ന് പറയുന്നത് ഇന്നും വേദന അനുഭവിക്കുന്ന, മരുന്ന് മേടിക്കാൻ കഴിവില്ലാതിരിക്കുന്ന, ആരോഗ്യം നശിച്ച് നൊമ്പരപ്പെട്ടുകൊണ്ടിരിക്കുന്ന സഹജീവികളുടെ പ്രതീകമായി ഈശോ ഇന്നും നിൽക്കുകയാണ്. വീണ്ടും നമ്മളവിടെ കാണുന്നു, തൻ്റെ അമ്മയുടെയും സഹോദരങ്ങളുടെയും മുമ്പിൽ വസ്ത്രമില്ലാത്തവനായിട്ട് മരക്കുരിശിൽ കിടന്ന് പിടയുന്ന യേശു. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുകയാണ്, അതുകൊണ്ട് വിശ്വാസികളായ നമ്മുടെയൊക്കെ ദൗത്യമെന്ന് പറയുന്നത് സഭ യേശുവിൻ്റെ അങ്കിയായി മാറണം. നഗ്നത എന്ന് പറയുന്നത് വസ്ത്രം മാത്രമില്ലാത്ത അവസ്ഥയല്ല. ഒരു മനുഷ്യനായി ജീവിക്കുന്നതിന് ആവശ്യമായ സൗകര്യങ്ങൾ ഇല്ലാത്തവരൊക്കെ ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നഗ്നത അനുഭവിക്കുന്നവരാണ്. മനുഷ്യ ജീവിതത്തിൻ്റെ സ്വകാര്യത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഒരു മനുഷ്യ വ്യക്തിയുടെ ആഭ്യന്തര നഗ്നതയിലേക്ക് ഒളിഞ്ഞു നോക്കാനുള്ള ശ്രമങ്ങൾ പോലും ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാൽവരിയിലെ മരക്കുരിശിൽ നഗ്നായി കിടന്ന് പിടയുന്ന യേശു ഇന്ന് സ്വകാര്യത നഷ്ടപ്പെട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ആഭ്യന്തര നഗ്നത വെളിവാക്കപ്പെട്ട അനേകം വ്യക്തികളുടെ പ്രതീകമായി നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ നാം കാണുന്നു, ഒരു തെറ്റും ചെയ്യാത്തവൻ കാൽവരിയിലെ മരക്കുരിശിൽ വേദന അനുഭവിക്കുകയാണ്. എന്താണ് യേശു ചെയ്ത തെറ്റ്? സ്നേഹിച്ചു എന്ന ഒറ്റ കുറ്റത്തിനാണ് യേശു ശിക്ഷിക്കപ്പെട്ടത്. കായ്ച്ചു എന്ന ഒറ്റ കുറ്റത്തിനാണ് മാവിന് ടേറ് കിട്ടുന്നതെങ്കിൽ സ്നേഹിച്ചു എന്ന ഒറ്റ കുറ്റത്തിനാണ് ഈശോയെ മരക്കുരിശിൽ തറച്ചു കൊല്ലുന്നത്. നാം അവിടെ കാണുന്നുണ്ട്, അന്ത്യവിധിയിൽ ദൈവമായ കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞാൻ കാരാഗൃഹവാസിയായിരുന്നു, നീ എന്നെ സന്ദർശിച്ചോ എന്ന്. ആരാണ് കാരാഗൃഹത്തിലാകുന്നത്? തെറ്റ് ചെയ്തവരാകാം, തെറ്റ് ചെയ്യാൻ കൂട്ടുനിന്നവരാകാം. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ തെറ്റ് ചെയ്യപ്പെട്ടതിൻ്റെ പേരിലും അതിന് കൂട്ടുനിന്നതിൻ്റെ പേരിലും
മറ്റുള്ളവർക്ക് പ്രേരണ കൊടുത്തതിൻ്റെയും പേരിൽ ജയിലിലാക്കപ്പെട്ട കുറ്റവാളികളായി ശിക്ഷിക്കപ്പെട്ട് കഴിയുന്ന കുറ്റവാളികളായി ബ്രാൻഡ് ചെയ്യപ്പെടുന്ന അനേകം വ്യക്തികൾ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട്. കുറ്റം ചെയ്യാത്തവർ ജയിലിൽ കിടക്കേണ്ടി വരുന്ന ആ ഒരു അനുഭവം ഇന്ന് അങ്ങനെ അനുഭവിക്കുന്ന സകല മനുഷ്യരുടെയും പ്രതിനിധിയായിട്ട് ഈശോ അവിടെ നിൽക്കുകയാണ്. വീണ്ടും ഈശോ പറഞ്ഞു, ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചില്ല എന്ന്. ആർക്കും വേണ്ടാത്തവനായി 12 ശിഷ്യന്മാരും ഉപേക്ഷിച്ച് അവസാനം കാൽവരിയിലെ മരക്കുരിശിൽ കിടന്ന് പിടഞ്ഞു മരിക്കുന്ന യേശുവിന് വേണ്ടി വാദിക്കാനായിട്ട് ആരുമില്ലായിരുന്നു. പത്രോസ് പറയുന്നുണ്ട്, ആരെല്ലാം ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞ പത്രോസും അവിടെ ഇല്ലായിരുന്നു എന്നുള്ള ഒരു വലിയ സത്യം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഓശാന ഞായറാഴ്ച പ്രതാപശാലിയായി ജെറുസലേം ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്ന ഈശോയ്ക്ക് ചുറ്റും അനുയായികൾ ഉണ്ടായിരുന്നു, അനുചര വൃന്ദമുണ്ടായിരുന്നു. കാൽവരിയിലെ മരക്കുരിശിൽ വേദനിച്ച് വിളയുന്ന നിമിഷത്തിൽ ഇത്തിരി വെള്ളം കൊടുക്കുവാനായിട്ട്, ഇത്തിരി മരുന്ന് കൊടുക്കുവാനായിട്ട്, അവൻ്റെ നഗ്നത മറയ്ക്കുവാനായിട്ട് അവിടെ ആരും ഇല്ലായിരുന്നു എന്നുള്ളതും ഒരു സത്യമാണ്. ഇത് നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും ജീവിതത്തിലൂടെ കടന്നു പോകുന്നതാണ്. പീഡാനുഭവ ആഴ്ച എന്ന് പറയുന്നത്, പീഡാനുഭവ വാരം എന്ന് പറയുന്നത് 2000 വർഷങ്ങൾക്ക് മുമ്പ് വെറും സംഭവിച്ച ഒരു കാര്യം മാത്രമല്ല. ഈ കാൽവരിയിലെ മരക്കുരിശ് എന്ന് പറയുന്നത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നവരാണ്. വിശക്കുന്നവരിലൂടെ, ദാഹിക്കുന്നവരിലൂടെ, വസ്ത്രമില്ലാത്തവരിലൂടെ, മരുന്ന് ലഭിക്കാത്തവരിലൂടെ, ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കിടക്കുന്നവരിലൂടെ, സ്വാതന്ത്ര്യമില്ലാത്തതിൻ്റെ പേരിൽ പരദേശിയായി കഴിയപ്പെടുന്ന അനേകം വ്യക്തികളുടെ യേശു തമ്പുരാൻ ഇന്നും ജീവിക്കുകയാണ്. അവൻ്റെ പീഡാനുഭവത്തിൻ്റെ ഓർമ്മ നിങ്ങൾ ആചരിക്കണം. ഈശോ നമ്മോട് പറഞ്ഞതാണ്, എൻ്റെ ജനനത്തിൻ്റെ ഓർമ്മയല്ല, ഞാൻ ചെയ്ത മറ്റേതെങ്കിലും അത്ഭുത പ്രവർത്തികളുടെ ഓർമ്മയല്ല, നിങ്ങൾ എൻ്റെ പീഡാനുഭവത്തിൻ്റെ ഓർമ്മ ആചരിക്കണം. ഇന്ന് ഈ പീഡാനുഭവത്തിൻ്റെ ഓർമ്മ ആചരിക്കുമ്പോൾ വേദനിക്കുകയും നൊമ്പരപ്പെടുകയും ആത്മഹത്യാ മുനമ്പിലേക്ക് ഓടിക്കയറാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുന്നവരെ അരുതേ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എന്തിനു വേണ്ടി സഹിക്കുന്നു എന്നുള്ളതല്ല, എങ്ങനെ സഹിക്കണമെന്നാണ് കാൽവരിയിലെ മരക്കുരിശ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കൊക്കെ പ്രേരണ നൽകുന്നത്. ആ കാൽവരിയിലെ മരക്കുരിശിലേക്ക് നോക്കുമ്പോൾ മനുഷ്യജീവിതത്തെ പവിത്രമാക്കുന്ന പവിത്രമായ ചില ഉരുക്കിനേക്കാൾ ഉറപ്പുള്ള ചില ഉൾക്കാഴ്ചകൾ നമ്മുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരികയാണ്. കാൽവരിയിലെ മരക്കുരിശിൽ നടക്കുന്ന ഒരു രംഗം നമുക്ക് ഓർമ്മയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇത്തിരി വെള്ളത്തിന് വേണ്ടി ദാഹിച്ച് മരിക്കുന്ന ഈശോയെ കളിയാക്കുന്നവരെ നമ്മൾ കാണാൻ സാധിക്കും. ഒരു മനുഷ്യൻ്റെ വേദന കണ്ടിട്ട് അത് നോക്കി ചിരിക്കുന്ന സഹജീവികൾ എന്ന് പറയുന്നത് ഇന്നും ഈ കാലഘട്ടത്തിൻ്റെ അടയാളമാണ്. ഒരാളുടെ നൊമ്പരം കണ്ട്, അയാളുടെ തകർച്ച കണ്ട്, സഹോദരങ്ങളുടെ തകർച്ച കണ്ട് അതിൽ സന്തോഷിക്കുന്ന ചില ജീവിതങ്ങൾ ഇന്ന് ഈ കുരിശിൻ്റെ ചവിട്ടി നിൽക്കുന്ന വ്യക്തികളിലൂടെ ഇന്നും അടയാളപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നമ്മൾ കാണുന്നുണ്ട്, സത്യസന്ധത കുറ്റകൃത്യമായി വ്യാഖ്യാനിക്കപ്പെട്ട ഒരു നിമിഷം. ദൈവപുത്രനെയാണ് ദൈവദൂഷണം പറഞ്ഞു എന്നതിൻ്റെ പേരിൽ കാൽവരിയിലെ മരക്കുരിശിൽ തറച്ചു കൊല്ലുന്നത്. സത്യസന്ധമായി പെരുമാറിയതിൻ്റെ പേരിൽ കുറ്റകൃത്യമായി വ്യാഖ്യാനിക്കപ്പെട്ട അനേകം മനുഷ്യർ ഇന്ന് ഈ ഭൂമിയിലുണ്ട്. അപ്പോൾ സത്യസന്ധതയെ കുറ്റകൃത്യമായി വ്യാഖ്യാനിക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യനും ഇന്ന് കാൽവരിയിലെ മരക്കുരിശിൽ പിടയുന്ന യേശു തന്നെയാണ്. അതുപോലെ തന്നെ ആത്മാർത്ഥമായി പെരുമാറിയ ഒത്തിരിയേറെ ജീവിതങ്ങളാണ് ചതിക്കുഴിയിൽപ്പെട്ട് തീർന്നിരിക്കുന്നത്. ആത്മാർത്ഥത ചതിക്കുഴിയായി മാറിയ എത്രയെത്ര അനുഭവങ്ങളാണെന്ന് കാണുന്നത്. അങ്ങനെ ചതിക്കപ്പെട്ട ഓരോ വ്യക്തിക്കും മറ്റൊരുവനിൽ രക്ഷയില്ല. കാൽവരിയിലെ മരക്കുരിശിലേക്ക് നോക്കുമ്പോൾ, ഈ കാൽവരിയിലെ ബോധിവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ പോയിരിക്കുമ്പോൾ, ദൈവമേ ഞാൻ ആത്മാർത്ഥമായി പെരുമാറി എനിക്ക് കിട്ടിയതാണല്ലോ എന്ന് വിചാരിക്കുമ്പോൾ എൻ്റെ ഗുരുവിന് ഇത് തന്നെ കിട്ടിയെന്നുള്ള ഉറച്ച വിശ്വാസം വരുമ്പോൾ വിശ്വാസിയുടെ ഹൃദയത്തിലേക്ക് വിശ്വാസത്തിൻ്റെ വെളിച്ചം കടന്നു വരികയാണ്. അപ്പോൾ ഈ വിശ്വാസം എന്ന് പറയുന്നത് സുവിശേഷ പ്രഘോഷണത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. വിശ്വാസം കേൾവിയിൽ നിന്നാണ് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വിശ്വാസം 119 സങ്കീർത്തനം 105 വചനത്തിൽ സൂചിപ്പിക്കുന്നത് പോലെ അങ്ങയുടെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കാണ്. അപ്പോൾ വിശ്വാസത്തിന് 2 തലമുണ്ട്. കേൾക്കുക ഒന്ന്, കേട്ട വചനത്തിൻ്റെ വെളിച്ചത്തിൽ നടക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ മരക്കുരിശിലേക്ക് വീണ്ടും നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു വ്യക്തിയെ ആത്മാർത്ഥമായി വിശ്വസിച്ചത് പിന്നീട് ഒരിക്കലും തിരുത്താനാവാത്ത ഒരു തെറ്റായിത്തീരുന്ന അനുഭവങ്ങൾ നമ്മൾ കാണുകയാണ്. ജീവിതത്തിൽ ഒരു വ്യക്തിയെ നമ്മൾ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചു, ജീവിത രഹസ്യങ്ങൾ പങ്കുവെച്ചു. സാധാരണ മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു നൊമ്പരപ്പെട്ട അനുഭവമാണ്. അത് ജീവിത പങ്കാളിയാകാം, സഹോദരങ്ങളാകാം, സഹപ്രവർത്തകരാകാം. വിശ്വസിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞ ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ അത് മറ്റുള്ളവരുടെ ചെവിയിലെത്തിച്ച് ആ അപവാദത്തിന് വഴി തെളിച്ച് സൽപ്പേരിൻ്റെ കളങ്കം ചാർത്തി തീർന്ന എത്രയെത്ര അനുഭവങ്ങൾ നമ്മൾ കാണുകയാണ്. അപ്പോൾ കാൽവരിയിലെ മരക്കുരിശ് നമ്മുടെ മുൻപിൽ വലിയൊരു പ്രചോദനമാണ്. നൊമ്പരപ്പെടുന്നവർക്ക് ആശ്വാസമാണ്. തളർന്നെത്തുന്നവർക്ക് അതൊരു തകർച്ചയിലേക്ക് കടന്നു പോകുന്ന വ്യക്തികൾക്ക് ആശ്വാസം നൽകുന്നതാണ് ഈ കാൽവരിയിലെ മരക്കുരിശ്. അതുകൊണ്ടാണ് 34 സങ്കീർത്തനം 5 വചനം ആവർത്തിച്ച് നമ്മൾ പറയുന്നത്, അവനെ നോക്കിയവർ പ്രകാശിതരായി. ഞാൻ മരക്കുരിശിൽ ഉയർത്തപ്പെട്ട് കഴിയുമ്പോൾ സകലരെയും എന്നിലേക്ക്
ആകർഷിക്കപ്പെടും. അപ്പോൾ കാൽവരിയിലെ മരക്കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ അവിടെ നമ്മൾ വീണ്ടും കാണുകയാണ്, തെറ്റ് ചെയ്യാത്തവൻ ശിക്ഷിക്കപ്പെട്ടു. നമ്മുടെ നീതി സങ്കല്പങ്ങളെ ചോദ്യം ചെയ്യുകയാണ്. നാം കാണുകയാണ് ഈശോ മിശിഹായ്ക്കെതിരായി ഏറ്റവും അധികമായി പ്രവർത്തിച്ച മത നേതൃത്വം എന്ന് പറയുന്നത് അന്നാസും കയ്യഫാസുമാണ്. നമ്മളവിടെ കാണുന്നു, പീലാത്തോസിൻ്റെ അടുത്ത് യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവിടെ സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, അസൂയ നിമിത്തമാണ് അവർ അവനെ ഏൽപ്പിച്ചു കൊടുത്തത്. അന്നാസിനും കയ്യഫാസിനും യേശുവിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാനായിട്ടുമില്ല. അവർ മതജീവിതത്തെ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് കണ്ടപ്പോൾ, മതജീവിതത്തെ വക്രീകരിക്കുന്നത് കണ്ടപ്പോൾ, മതനിയമങ്ങൾ അവരുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ചെറുതാക്കി കാണിക്കുന്നത് കണ്ടപ്പോൾ ആ മതനേതൃത്വത്തിൻ്റെ പാപ്പരത്വത്തിനെതിരെ ഈശോ ശബ്ദമുയർത്തി. അതാണ് അന്നാസിനും കയ്യഫാസിനും യേശുവിനോട് തോന്നിയ ഏറ്റവും വലിയ വിരോധം. അതോടൊപ്പം തന്നെ രണ്ടാമതായിട്ട് ഈശോയുടെ മരണത്തിൽ നിൽക്കുന്ന ഈ രാഷ്ട്രീയപരമായിട്ടുള്ള മതനേതൃത്വത്തിൻ്റെ ഒപ്പം തന്നെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയും അസ്വസ്ഥത നമുക്ക് കാണാൻ സാധിക്കും. അഹങ്കാരിയായ ഹെറോദേസും അതോടൊപ്പം തന്നെ സ്ഥാനമാനത്തിന് വേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും സ്വന്തം അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന പീലാത്തോസിനെ നമ്മൾ കാണുകയാണ്. അദ്ദേഹത്തിൻ്റെ സ്വന്തം ഭാര്യ പറയുന്നുണ്ട്, ആ നീതിമാന്റെ കാര്യത്തിൽ നീ ഇടപെടാൻ പോകരുതെന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ട സ്വന്തം ഭാര്യ പറഞ്ഞിട്ട് പോലും അധികാരം നിലനിർത്താൻ വേണ്ടി സഹജീവികളെ ബലി കൊടുക്കുന്ന സാഹചര്യങ്ങളിലൂടെ ഇന്നും പീലാത്തോസ് ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ, സമൂഹത്തിൽ ജോലി ചെയ്യുമ്പോൾ തന്നെക്കാട്ടിലും മറ്റുള്ളവർ വളരുന്നുവെന്ന് കണ്ടു കഴിയുമ്പോൾ തൻ്റെ സ്ഥാനത്തിന് അവർ കോട്ടമാകുമെന്ന് കാണുമ്പോൾ അവരെ ഒതുക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു ചരിത്രവും ജീവിത അനുഭവവും നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജീവിതത്തിലെ പീഡാനുഭവത്തിൻ്റെ ഓർമ്മയാചരിക്കാനായിട്ട് കിട്ടുന്ന ഈ നിമിഷം സങ്കടപ്പെടുന്ന ഏതൊരു മനുഷ്യനും ഒത്തിരിയേറെ പഠിക്കാനുണ്ട് കാൽവരിയിലെ മരക്കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന്. നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് എനിക്കുണ്ടായ തിക്ത അനുഭവങ്ങളിലൊക്കെ ഞാൻ ആശ്വാസം കണ്ടെത്തിയത് കാൽവരിയിലെ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിത രൂപത്തിൻ്റെ മുമ്പിൽ നിന്നാണ്. ശങ്കർ ദയാൽ ശർമ്മ അദ്ദേഹത്തിൻ്റെ മരുമകനെ തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയ അവസരത്തിൽ വേദന അനുഭവിച്ച് ദുഃഖിച്ചിരിക്കുന്ന അവസരത്തിൽ മറ്റൊരിടത്തും ആശ്വാസം കിട്ടാതെ അദ്ദേഹം പറഞ്ഞു, മദർ തെരേസ എനിക്ക് നൽകിയ കുരിശുരൂപത്തിൻ്റെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വെട്ടവും വെളിച്ചവും കിട്ടിയത് എന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പീഡാനുഭവ വാരമെന്ന് പറയുന്നത് ഈ ഒരാഴ്ച കൊണ്ട് മാത്രം കഴിഞ്ഞു പോകുന്നതല്ല. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിരന്തരമായി കടന്നുകൊണ്ടിരിക്കുന്ന സങ്കടങ്ങളുടെയും കണ്ണുനീരിൻ്റെയും ഒറ്റപ്പെടുത്തലിൻ്റെയും അധികാര ദുർമോഹത്തിൻ്റെയും മതജീവിതത്തെ അതിൻ്റെ പവിത്രതയിൽ കാണാതെ മതജീവിതം മനുഷ്യൻ്റെ വിമോചനത്തിന് വേണ്ടിയാണെന്നുള്ള പരമസത്യം മനസ്സിലാക്കാതെ മതജീവിതത്തെ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി തീവ്രവാദത്തിന് വേണ്ടി ഉപയോഗിക്കുന്നവർക്കൊക്കെയുള്ള ഒരു മുന്നറിയിപ്പാണ്. യേശു ചെയ്ത തെറ്റെന്താണ്? രണ്ട് തെറ്റാണ്. ഒന്ന്, മതനേതൃത്വത്തിനെതിരെ ഈശോ വിരൽ ചൂണ്ടി. എന്തുകൊണ്ട്? ബലിയല്ല, കരുണയാണ് പ്രധാനപ്പെട്ടതെന്ന് ഈശോ പഠിപ്പിച്ചു. അത് അംഗീകരിക്കാൻ അന്നാസിനും അതോടൊപ്പം തന്നെ നമുക്ക് കാണാൻ സാധിക്കും മറ്റ് കയ്യഫാസിനും സാധിച്ചില്ല. അതോടൊപ്പം തന്നെ നീതിയില്ലാത്ത രാഷ്ട്രീയ സംഹിതയ്ക്കെതിരെ അവിടുന്ന് ശബ്ദമുയർത്തി. അവിടെയാണ് അന്നുവരെ ശത്രുക്കളായിരുന്ന ഹെറോദേസും പീലാത്തോസും ഒന്നു ചേർന്നതിൻ്റെ കാരണവും നമ്മളവിടെ കാണുകയാണ്. വീണ്ടും ഈ കാൽവരിയിൽ നിന്നും നമ്മൾ യാത്ര തുടരുമ്പോൾ ഈശോയുടെ മരണ ഉത്ഥാനത്തിലേക്ക് കടന്നു വരുന്ന ഈ സാഹചര്യത്തിൽ ഉയർപ്പ് തിരുനാൾ ഈ പീഡാനുഭവ ആഴ്ചയുടെ ഏറ്റവും അവസാനത്തെ സുന്ദരമായ ദിവസമാണ്. സത്യത്തെ കുഴിച്ചു മൂടാനാവില്ല, ഇരുട്ടിനൊരിക്കലും വെളിച്ചത്തെ മറയ്ക്കാനാവില്ല. 1000 നുണങ്ങൾ ആവർത്തിച്ച് പറഞ്ഞാലും സത്യം ഇന്നല്ലെങ്കിൽ നാളെ വിജയിക്കും. മുറിപ്പെടുത്തുന്നവർക്ക് ഒരു മുന്നറിയിപ്പാണ് ഈശോയുടെ ഉയർത്തെഴുന്നേൽപ്പ്. ഈ ജീവിതത്തിൽ അനീതി അനുഭവിക്കുന്ന, സങ്കടം അനുഭവിക്കുന്ന, പ്രത്യാശയില്ലാതെ നമ്പരപ്പെടുന്ന അനേകം ജീവിതങ്ങൾക്കുള്ള പ്രത്യാശയാണ് ഉയർപ്പ് നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് ഓശാന ഞായറാഴ്ച മുതൽ ഉയർപ്പ് തിരുനാൾ വരെയുള്ള ഈ ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, ഈ ദിവസങ്ങളിലെ വായനകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, ഈ ദിവസങ്ങൾ നമ്മൾ തമ്പുരാൻ്റെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ വിജയശ്രീലാളിതനായി ഓശാന വിളികളാൽ എതിരേറ്റ് പാടുന്ന ഈശോ തൊട്ട് ഉയർപ്പ് തിരുനാളിൻ്റെ ദിവസത്തിൽ വിജയശ്രീലാളിതമാർന്ന ഈശോയുടെ ജീവിതത്തിൻ്റെ 2 തലങ്ങളാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രേക്ഷകൻ്റെയും ജീവിതത്തിൻ്റെ അവസ്ഥയാണ്. നമ്മുടെ സമൃദ്ധിയിൽ, നമ്മുടെ സമ്പന്നതയിൽ നമ്മോട് കൂടെ നിൽക്കാൻ പലരും ഉണ്ടാകും. പലരും പറയാറുണ്ട്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന്. അടുത്ത ചോദ്യം അവരോട് തന്നെ ചോദിച്ചാൽ, എന്ന് വരെ നീ എന്നെ സ്നേഹിക്കും? കുറ്റം പറയാൻ ആളുണ്ട്, കുരിശിൽ കയറ്റാൻ ആളുണ്ട്, കൂടെ നിൽക്കാൻ ആളില്ലാത്ത ഒരവസ്ഥ. സ്നേഹിച്ചു എന്ന ഒറ്റ കുറ്റത്തിന് ശിക്ഷിക്കപ്പെടുന്ന ഈശോ വീണ്ടും നമ്മൾ പറഞ്ഞതുപോലെ പെസഹ വ്യാഴാഴ്ചയിലൂടെയും ദുഃഖവെള്ളിയാഴ്ചയിലൂടെയും കടന്നു വന്ന് ഉയർപ്പിൻ്റെ മഹത്വത്തിലേക്ക് നമ്മളും പ്രവേശിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരാഴ്ച നമ്മെ സംബന്ധിച്ചോളം തിരിഞ്ഞു നോക്കുക, തിരിച്ചറിയുക, തിരുത്താനുണ്ടെങ്കിൽ തിരുത്തിക്കൊണ്ട് തിരിച്ചു പോകാനുള്ള മഹനീയമായ ഒരു നല്ല ദിവസങ്ങളാണ്. ഈ ദിവസങ്ങൾ ഫലപ്രദമായി തീരുവാൻ സർവശക്തനായ ദൈവം
പുത്രനായ ഈശോയിലൂടെ നൽകപ്പെട്ട പരിശുദ്ധാത്മാവിലൂടെ നമുക്കൊക്കെ ധാരാളം കൃപയും ഉൾവെളിച്ചവും ലഭിക്കട്ടെ. ഇതാണ് വലിയ ആഴ്ചയുടെ നേരറിയുക, കൃപ നിറയുക, വിശ്വാസിയായി ജീവിക്കുക. ഈ പ്രോഗ്രാമിലും നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നതും ഇതുതന്നെയാണ്. നേരറിയുക, കൃപ നിറയുക, വിശ്വാസിയായി ജീവിക്കുക. വലിയ ആഴ്ചയിലേക്ക് കടന്നിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ഈശോയുടെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും ധാരാളമായിട്ട് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.